ഇത് എന്താണ് വീഡിയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇത് നമ്മുടെ ആമിയുടെ കലോത്സവമാണ്. നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കരുനാഗപ്പള്ളി ഉപജില്ല സ്കൂൾ കലോത്സവം 2025. ഇതിനകത്ത് നമ്മുടെ ആമി കഥാഗാനമാണ് ഉള്ളത്. എന്തോ ആവുമെന്ന് എനിക്കറിഞ്ഞൂടാ. ആ കൊച്ചുണ്ടല്ലോ എൻ്റെ അടുത്ത് കഥ കേൾപ്പിക്കത്തില്ല. ഈ അമ്മ മാത്രമേ കേൾപ്പിക്കത്തുള്ളൂ. അമ്മയ്ക്ക് എന്തായാലും പറയാനുണ്ട്. ഇതേപോലെ അമ്മയാണ് എനിക്ക് കേട്ടിരിക്കുന്നത്. സ്റ്റേജ് വേദിപ്പായി നാദബ്രഹ്മമാണ്. ഇത് ഞാൻ ഇംഗ്ലീഷിൽ കണ്ടപ്പോൾ നടഭാരതം എന്നാണ് വായിച്ചത്. പിന്നെ എൻ്റെ വ്ളോഗിങ് ശൈലി ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് ക്ഷമിക്കുക. ഇവിടെ ഞങ്ങൾ 9 മണിക്കാണ് വന്നത്. ഇപ്പോൾ സമയം 15:608 തഴവ നോർത്ത് LPSലെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. കഥാഗാനത്തിന് ഗ്രൗണ്ട് ഇത് ഫുള്ള് തിങ്ങി നനഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഷിൻജു ടീച്ചർ, ആമിയുടെ ടീച്ചറാണ് ഗൈസ്. ഇത് ക്ലിയർ ആയ ഇവിടെ നല്ല വെട്ടമുണ്ട്. ഇവിടെ നമ്മുടെ അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. കുട്ടികൾ അവിടെ അണിനിരന്നിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മുടെ ആമി ഉണ്ടെങ്കിൽ ഉണ്ട് എന്നതാണ് ഇവിടുത്തെ. അതിൻ്റെ ഇടയിൽ അതേണ്ട ആമിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ ആമിയാണ് ആദ്യം അറിയില്ല. കൈസ്തേണ്ട ഇങ്ങോട്ട് അതേ ആമിയുടെ ചെസ് നമ്പർ 114 ഗൈസ്. അത് ടീച്ചർ നീല ഒരു വാനമ്പാടിയുടെ കഥയാണ് ആമിയുടെ പരിപാടി. ആമി ഞങ്ങളിവിടെ വ്ളോഗ് എടുക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ആമി നേരിട്ടൊന്ന് കാണിക്കാം. ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഓഡിയൻസിനെ കേൾപ്പിക്കാവോ? അത് ഭയങ്കര ആളാണ് വിചാരം. ഒരു പൊട്ടത്തിയുടെ ഫോട്ടോയും ഉണ്ട്. നമുക്ക് കാണാം ആമിയുടെ പെർഫോമൻസ് എല്ലാം കിട്ടുമോ? അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഗൈസ്. എൻ്റെ പരിപാടി ഇന്നലെ അല്ല 4-ാം തീയതി ആയിരുന്നു, തിങ്കളാഴ്ച. അപ്പോൾ ഞാൻ സംക്രാന്തി കലോത്സവത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. കഥാരചന സംസ്കൃതം. എനിക്ക് എന്താണെന്നറിയൂടെ സെക്കൻഡ് കിട്ടി. അത് എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. പിന്നെ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയത് ഗദ്യപാരായണം. പിന്നെ A ഗ്രേഡ് കിട്ടി. C ഗ്രേഡ് പോലും കിട്ടാനില്ലാത്ത സാധനമാണ് എനിക്ക്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ അതുപോലെ അവിടെ എന്താ അനൗൺസ് ചെയ്യുന്നത്? കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങൾ കഥ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണല്ലേ? എന്നാൽ കേട്ടോളൂ, ഞാനൊരു കഥ പറയാം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വാനമ്പാടിയുടെ ആത്മത്യാഗം. പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട് അറേബ്യയിലെ സുൽത്താൻ കൊട്ടാരത്തിൽ മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ ധാരാളം പക്ഷികളും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ മധുരമായ പാട്ട് പാടുന്ന ഒരു വാനമ്പാടിയും ഉണ്ടായിരുന്നു. അവളുടെ പാട്ട് കേൾക്കാൻ എന്ത് രസമാണെന്നോ. ഒരിക്കൽ ഒരു വനദേവത വാനമ്പാടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ
3 വരങ്ങൾ നൽകുന്നു. അത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വനദേവൻ അപ്രത്യക്ഷമായി. വാനമ്പാടി പിന്നെ എനിക്കെന്തിനാണ് ഈ വരങ്ങൾ? അത് ഞാൻ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കും. വാൻപാടി തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു പ്രാപ്പിടിയൻ അവിടെ എത്തിച്ചേർന്നു. ഓരോ ദിവസം ഓരോ കിളികളെ കൊത്തി തിന്നു. അങ്ങനെ ഒരു ദിവസം ചിന്നത്തത്ത നെൽക്കത്തിൽ കൊത്തി തിന്നുകയായിരുന്നു. അപ്പോൾ പ്രാപ്പിടിയൻ തത്തയെ റാഞ്ചെടുത്തു. തത്തമ്മ കീ കീ എന്നുറക്കെ കരഞ്ഞു. തത്തയുടെ കരച്ചിൽ വാൻപാടി കേട്ടു. വാൻപാടി പറഞ്ഞു, അയ്യോ പാവം തത്ത, എങ്ങനെയും അതിനെ രക്ഷിക്കണം. അതിനായി തന്റെ വരം ഉപയോഗിക്കാൻ വാൻപാടി തീരുമാനിച്ചു. വാൻപാടി പറഞ്ഞു, തത്ത രക്ഷപ്പെട്ടേ. പെട്ടെന്ന് തത്ത വീർത്തു വീർത്തു വലുതാകാൻ തുടങ്ങി. ഭാരം താങ്ങാനാണ് പ്രാപ്തിയൻ തത്തയെ താഴെയിട്ടു. വല്ല വിധേനയും തത്ത രക്ഷപ്പെട്ടു. മറ്റൊരു ദിവസം പ്രാപ്തിയൻ ഒരു മണ്ണക്കിളിയെ റാഞ്ചെടുത്തു. അതിനെയും വാൻപാടി തന്റെ വരം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി. 2 വരങ്ങൾ തീർന്നു. ഇനി ഒരു വരം കൂടിയേ ബാക്കിയുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെല്ലാരും പ്രാപ്തിയുടെ ഇരകളായി തീരും. കിളികളെല്ലാം വിഷമത്തോടെ ഇരുന്നു. അപ്പോൾ വാൻപാടി പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലികഴിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഇത്രയും പറഞ്ഞിട്ട് വാൻപാടി മറ്റൊരു മരക്കൊമ്പിലേക്ക് പറന്നിരുന്നു. മനോഹരമായ ഒരു പാട്ട് പാടി. ഇതുവരെ പാടിയ പാട്ടുകളേക്കാൾ അതിമനോഹരമായിരുന്നു അത്. അപ്പോഴാണ് പ്രാപ്തിന് തുണി വന്നത്. വാനമ്പാടിയെ കണ്ട പ്രാപ്തി ഇങ്ങനെ ചിന്തിച്ചു, എല്ലാ ദിവസവും എന്റെ ഇരകളെ രക്ഷപ്പെടുത്തുന്ന ഇവൻ തന്നെയാട്ടെ ഇന്നത്തെ എന്റെ ഇര. ഇത്രയും വിചാരിച്ചുകൊണ്ട് പ്രാപ്തിയൻ വാൻപാടിയെ റാഞ്ചെടുത്തു. പ്രാപ്തിയന്റെ കൂർത്ത നഖങ്ങൾ വാൻപാടിയുടെ ശരീരത്തിലേക്ക് തറച്ചു കയറി. വേദന കൊണ്ട് പിടയുമ്പോഴും വാൻപാടി മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഇനി ഒരു വരം കൂടിയേ ബാക്കിയുള്ളൂ. അതെനിക്ക് വേണ്ടി ഉപയോഗിക്കണോ അതോ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കണോ? വാൻപാടി മനസ്സിൽ പറഞ്ഞു, എന്റെ മാംസം വിഷമുള്ളതാട്ടെ. പെട്ടെന്ന് വാൻപാടി പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. ഇതൊന്നും അറിയാതെ വാൻപാടി മാംസം ആർത്തിളക്കുന്ന പ്രാപ്തിയിൽ മരിച്ചു വീണു. കൂട്ടുകാരെ, നാം ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്വന്തം ജീവൻ ബലി കഴിച്ച് മറ്റുള്ളവരെ രക്ഷിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. വാനപ്പാടിയെ പോലെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുവാൻ നാം ഓരോരുത്തർക്കും കഴിയട്ടെ. നന്ദി, നമസ്കാരം.